ഹലോ, ഞാൻ നിങ്ങളുടെ ആനന്ദ് വലിക്കലങ്ങ്. ഇന്ന് നമ്മുടെ യാത്ര പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ. അപ്പോൾ നമ്മൾ അമ്പലത്തിന് തൊട്ട് പിന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കുള്ള യാത്രയിലേക്കാണ്. അപ്പോൾ പാറയിൽ നിന്ന് ഇങ്ങനെ വെള്ളം കുത്തി ഒഴുകുന്ന കാഴ്ച കാണാൻ വളരെ മനോഹരമാണ്. എന്ന് വെച്ചാൽ ആ സൗണ്ടും നമുക്ക് പ്രത്യേക ഒരു ഫീല് തന്നെ കിട്ടുന്നുണ്ട്. അരുവി വരും പോലെയാണ് നമുക്ക് ഈ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ കാട്ടിലെ ഒരു വെള്ളം ഇങ്ങനെ കുത്തനെ ഒഴുകി പ്രസ് ചെയ്ത് തള്ളി പോകുന്ന രീതിയിലുള്ള കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ മരത്തിൻ്റെ തന്നെ കാട്ടുവള്ളികളൊക്കെ നമുക്കിങ്ങനെ കാണാം. വളരെ മനോഹരമായ രീതിയിലാണ് ഒരു കാടിൻ്റെ ഒരു ഫീല് തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നത് നമ്മൾ ഇതിൽ പാറയുടെ സൈഡിൽ കൂടെയുള്ള വഴിയാണ്. നമ്മൾ പാറയുടെ മുകളിലോട്ട് കയറാനുള്ള വഴിയാണ്. കയറി നോക്കാം. കയറുമ്പോൾ സൂക്ഷിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഈ മരത്തിൽ ഒന്ന് ടച്ച് ചെയ്ത് നമ്മൾ കയറിയാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ആ വള്ളിയിലൊന്ന് തൂങ്ങിയതിന് ശേഷം ഇങ്ങനെ കയറുന്നതാണ് കുറച്ചും കൂടി പെർഫെക്റ്റ്. അപ്പോൾ ഇത് മുകളിലോട്ട് കയറാം. ഇതാണ് കാട്ടരുവിയുടെ ഫീല് നമുക്ക് തരുന്ന. വളരെ പ്യൂറായിട്ടുള്ള വെള്ളമാണ് നമുക്ക് കിട്ടുന്നത്. ശുദ്ധമായ വെള്ളമാണ്. അപ്പോൾ അവിടെ നിന്ന് മുകളിൽ നിന്ന് ഒഴുകി വരുന്നതാണ്. അപ്പോൾ ഈ പാറകളൊക്കെ ടച്ച് ചെയ്ത് വരുന്നത്. കരമന നദിയുടെ തീരത്താണ് നിങ്ങളുടെ ആനന്ദ് വലിക്കലങ്ങ് ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ വളരെ മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത്. ഈ പാറക്കുട്ട ഈ സ്ഥലങ്ങളിലേക്ക് വിദേശത്ത് നിന്ന് വരെ ഒരുപാട് ആൾക്കാർ വന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ മനോഹരമായ കാഴ്ചയാണ്. ഈ പാറക്കൂട്ടങ്ങളിൽ നിന്ന് വെള്ളം ടച്ച് ചെയ്ത് ഒഴുകുന്ന കാഴ്ചയും ആ കളകളമായ സൗണ്ടും ഒരുപാട് തന്നെ ഈ മരക്കൂട്ടങ്ങളുടെ ഇടയിൽ ഒരുപാട് കിളികളൊക്കെ വന്ന് കൂടണയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കിളികളുടെ ഹനുമാൻ യാത്രയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്ന കല്ല് ഇങ്ങനെ കടക്കുന്നതിന് വേണ്ടി കല്ല് കൊണ്ടുപോകുന്ന രീതിയിലുള്ള പാത ഒരുക്കില്ലേ, അതുപോലെ രീതിയിലാണ് ഈ കല്ലുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ പുഴയിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി കല്ലിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കല്ലിൽ കൂടി ചവിട്ടി സുഖമായിട്ട് യാത്ര ചെയ്ത് പോകാം. ആ രീതിയിലാണ് ഈ പാറ കൈത കാണാം. കൈത നമുക്ക് നിൽക്കുന്ന രീതിയിൽ കൈത കാണാം. അപ്പോൾ കൈതയുടെ ഭാഗത്ത് ആണ് ഇതിൻ്റെ പിന്നിലാണ് പാറക്കൂട്ടങ്ങൾ കാണാം. അപ്പോൾ ഇതിൻ്റെ പാറക്കൂട്ടങ്ങൾ ടച്ച് ചെയ്ത്